ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂർ ആണ്. അപ്പോൾ നമുക്ക് ഈ വില്ലേജിൽ നടക്കുന്ന അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ് നോക്കിയാലോ. എങ്ങനെയൊക്കെയാണ് അവർ ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് സീഡ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. പാലംപൂർ is well connected with neighboring villages and towns. Okay, and Raiganach, a big village, is 3 kilometers from Palanpur. അപ്പോൾ പാലംപൂർ എന്നുള്ള സ്ഥലം എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്ന മക്കളെ, ഇറ്റ് ഇസ് വെൽ കണക്റ്റഡ് വിത്ത് നൈബറിംഗ് വില്ലേജസ് ആൻഡ് ടൗൺസ്. അവിടെയുള്ള ഗ്രാമങ്ങളും ടൗൺസുമായിട്ട് വെൽ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഏത്? നമ്മുടെ പാലംപൂർ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഗ്രാമമുണ്ട്, അതിന്റെ പേരാണ് മക്കളെ എന്ത്? റായ്ഗനച്ച് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് എ ബിഗ് വില്ലേജ്. അതെന്താണ്? വലിയൊരു ഗ്രാമമാണ് കേട്ടോ മക്കളെ. ആൻഡ് ഇറ്റ് ഈസ് 3 kilometers ഫ്രം പാലംപൂർ. പാലംപൂരിൽ നിന്ന് 3 kilometers അകലെയാണ് ഏത് ഗ്രാമം എന്നാ പറയുന്നേ? നമ്മുടെ റായ്ഗനച്ച് ഗ്രാമം എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ആൻഡ് an all-weather road connects the village to Raiganach and further on to the nearest small town of ഷാഹ്പൂർ. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ഇവിടെയുള്ള റോഡ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ വില്ലേജ് ആയിട്ടുള്ള ബിഗ് വില്ലേജ് ആയിട്ടുള്ള റായ്ഗനച്ചും അതുപോലെ തന്നെ ടൗൺ ഏരിയ ആയിട്ടുള്ള ഷഹ്പൂറും കണക്റ്റഡ് ആണ് റോഡ് വൈസ് നോക്കുമ്പോൾ. എങ്ങനെയാണ്? റോഡ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ വില്ലേജ് ആയ റായ്ഗനച്ച് എന്ന് പറയുന്ന വലിയ ഗ്രാമമാണല്ലേ മക്കളെ. ഇറ്റ് ഈസ് 3 kilometers ഫ്രം പാലംപൂർ എന്ന് പറയുന്നു. ഈ റായ്ഗനച്ച് ഒരു ടൗണുമായിട്ട് റോഡ് കണക്ട് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഏത് ടൗൺ ഏരിയ ആയിട്ട്? ആ ടൗൺ ഏരിയന്റെ പേരെന്താണ്? ഇറ്റ് ഈസ് ഷാഹ്പൂർ. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? പാലംപൂർ എന്ന് പറയുന്ന സ്ഥലം പല ഗ്രാമങ്ങളുമായിട്ടും ടൗൺസുമായിട്ടും വെൽ കണക്റ്റഡ് ആണ്, ബന്ധമുള്ളവയാണ് നമ്മുടെ ഗ്രാമമായ പാലംപൂർ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു വലിയ ഗ്രാമത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ രണ്ടാമത്? അത് ഏത് ഗ്രാമത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? റായ്ഗനച്ചിനെ കുറിച്ചാണ് അല്ലെ. റായ്ഗനച്ച് പാലംപൂറും ആയിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാ ടീച്ചർ പറഞ്ഞത്? 3 kilometers ഡിസ്റ്റൻസ് ഉണ്ട് എന്നാ അല്ലെ. ആൻഡ് റോഡ് കണക്ഷൻ നോക്കുകയാണെങ്കിൽ റായ്ഗനച്ചും വേറെ ഒരു ടൗണുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞില്ലേ? അത് റായ്ഗനച്ചും അതുപോലെ തന്നെ ഷാഹ്പൂർ എന്ന് പറയുന്ന സ്മോൾ ടൗണും റോഡ് വൈസ് നോക്കുമ്പോൾ കണക്ഷൻസ് അല്ലെങ്കിൽ ഇന്റർലിങ്ക്ഡ് ആണ്, കണക്റ്റഡ് ആണ് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഓക്കെ, ആൻഡ് മെനി കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പാലംപൂരിലുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ഫ്രം ബുള്ളറ്റ് കാർട്സ്, അറിയില്ലേ, കാളവണ്ടികള്, റിക്ഷാവാലാസ് ഉണ്ട്. പിന്നെന്താണ്? ടോൺഗാസ് ആൻഡ് ബോഗീസ്, വുഡൻ കാർട്ട്സ് ഉണ്ട്. That is drawn by buffaloes. The wooden carts, മരത്തടികളും ബുഫലോസ് ക്യാരി ചെയ്ത് ആളുകളെ ക്യാരി ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പാലംപൂരിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലോഡഡ് വിത്ത് ജാഗരി ആൻഡ് അതർ കോമഡിറ്റീസ് ടു മോട്ടോർ വെഹിക്കിൾസ് ലൈക്ക് അല്ലെ മോട്ടോർ സൈക്കിൾസ്, ട്രാക്ടേഴ്സ് ആൻഡ് ട്രക്സ്. ഈ ഒരു എന്തൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ് പാലംപൂരിലുള്ളത് മക്കളെ? ഓരോന്നായിട്ട് പറഞ്ഞേ. ബുള്ളറ്റ് കാർട്സ് ഉണ്ട് അല്ലെ, കാളവണ്ടികളുണ്ട്, അതുപോലെ തന്നെ ടോങ്കാസ് ആൻഡ് ബോഗീസ് എന്ന് പറയുമ്പോൾ വുഡൻ കാർട്സ്, ഈ ബുഫലോസ് ഒക്കെ ക്യാരി ചെയ്യുന്ന വുഡൻ കാർട്സ് മക്കൾ കണ്ടിട്ടില്ലേ? അതിലിങ്ങനെ പലതരം മാർക്കറ്റിലേക്കുള്ള പല സാധനങ്ങൾ കയറ്റിയിട്ടായിരിക്കും ആ ഒരു ബുഫലോന്റെ വുഡൻ കാർട്ടിൽ അവർ കണ്ടെയ്ൻ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ്? മോട്ടോർ വെഹിക്കിൾസ് ആയ എന്തൊക്കെ വെഹിക്കിൾസ് ആണ് ആ ഒരു ടൈമിൽ വില്ലേജ് പാലംപൂരിൽ ഉണ്ടായിരുന്നത്? ഇറ്റ് ഈസ് മോട്ടോർ സൈക്കിൾസ് ഉണ്ടായിരുന്നു, ജീപ്സ് ഉണ്ടായിരുന്നു, ട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു, ട്രക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ this village has about 450 families belonging to several different castes.
അപ്പൊ ഈ ഒരു പാലംപൂർ എന്ന ഗ്രാമത്തിൽ എത്ര കുടുംബങ്ങളാണ് ഉള്ളത് മക്കളെ? ഇറ്റ് ഈസ് 450 ഫാമിലീസ്. 450 കുടുംബങ്ങളാണ് പാലംപൂരിൽ ഉള്ളത്. അവരൊക്കെ പല ജാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് കേട്ടോ. ഓക്കെ. And the 80 upper caste families own the majority of land in the village. പിന്നെന്താണ് മക്കളെ പറയുന്നത്? അവിടെ 80 upper caste families ഉണ്ട്, ഉയർന്ന ജാതികൾ 80 കുടുംബങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. അവരുടെ കൈമലാണ് കൂടുതൽ ലാൻഡ് ഉള്ളത്, കൂടുതൽ നിലങ്ങൾ ഉള്ളത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു മെനി കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആർ ദർ ഇൻ പാലംപൂർ. ലൈക്ക് എന്തൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ്? ബുള്ളക്ക് കാർട്സ് ആൻഡ് വുഡൻ കാർട്സ് ദാറ്റ് ഇസ് ഡ്രോൺ ബൈ ബുഫലോസ്. പിന്നെ മോട്ടോർ വെഹിക്കിൾസ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ആൻഡ് ജീപ്സ്, ട്രാക്ടേഴ്സ് ഒക്കെ ഈ ഒരു ഗ്രാമത്തില്, ഏത് ഗ്രാമത്തില്? നമ്മുടെ പാലംപൂരിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രാമത്തില് എത്ര ഫാമിലീസ് ഉണ്ട് എന്നാ പറയുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് 450 ഫാമിലീസ്. 450 ഫാമിലീസ് ഉണ്ട്. അതില് 80 ഫാമിലീസും അപ്പർ കാസ്റ്റ് ഫാമിലീസ് ആണ്. 80 കുടുംബങ്ങൾ അപ്പർ കാസ്റ്റ്, ഉയർന്ന വർഗത്തിലുള്ള ഫാമിലീസ് ആണ്. അവരുടെ കൈമലാണ് എന്ത് കൂടുതലുള്ളത്? ലാൻഡ് കൂടുതൽ അവരുടെ കയ്യിലാണ് ഉള്ളത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, their houses, some of them quite large and are made of brick with cement plastering. ഈ ഉയർന്ന വർഗ ജാതിയിലുള്ള ആളുകളുടെ വീടുകൾ എങ്ങനെയായിരിക്കും മക്കളെ? They are quite large. വലിയ കെട്ടിടങ്ങളായിരിക്കും അല്ലെ, ലക്ഷൂറിയസ് ആയിട്ടുള്ള കൊട്ടാരങ്ങളായിരിക്കും. അതൊക്കെ ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? വിത്ത് സിമെന്റ് പ്ലാസ്റ്ററിങ് കൊടുത്ത് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയ വലിയ മാളിക ബംഗ്ലാവുകളാണ് അല്ലെ. പിന്നെ the SCs and the Dalits comprise 1/3 of the population. അല്ലേ? അപ്പൊ അതില് 1/3 ഓഫ് ദ പോപ്പുലേഷൻ ഏത് കമ്മ്യൂണിറ്റിയാന്നാ പറയുന്ന മക്കളെ? ഷെഡ്യൂൾഡ് കാസ്റ്റ്, താഴ്ന്ന വർഗത്തിലുള്ള, താഴ്ന്ന ജാതിയിൽ ഉൾപ്പെടുന്ന ആളുകൾ 1/3 പോപ്പുലേഷൻ ആണ് ആ ഒരു ഗ്രാമത്തിൽ ഉള്ളത്. അവരെവിടെയാണ് ജീവിക്കുന്നത്? They live in one corner of the village. വില്ലേജിൽ ഒരു സൈഡിൽ തിങ്ങിപ്പാർക്കുകയാണ്, കുടിലുകളിലൊക്കെ തിങ്ങിപ്പാർക്കുന്നവരാണ് SC-കാര് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെടുന്ന താഴ്ന്ന വർഗക്കാര് എന്നാണ് പറയുന്നത്. അവര് നിൽക്കുന്നത് വലിയ വീടുകളിലാണോ ചെറുതിലാണോ? ചെറിയ കുടിലുകളിലാണ് അല്ലേ മക്കളെ? ആൻഡ് സം ഓഫ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് മഡ് ആൻഡ് സ്ട്രോ. കളിമണ്ണോണ്ടൊക്കെ ഉണ്ടാക്കിയ അങ്ങനെ ഓല മേഞ്ഞിട്ടുള്ള വീടുകളാണ് ഇവര് നിൽക്കുന്നത് അല്ലെ, താഴ്ന്ന വർഗക്കാര്. പക്ഷേ വലിയ ബിഗ് കാസ്റ്റില്, അപ്പർ കാസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകള് നിൽക്കുന്ന വീട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്വയറ്റ് ലാർജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ് ആൻഡ് വിത്ത് സിമെന്റ് പ്ലാസ്റ്ററിങ് ഉള്ള വീടുകളിലാണ് അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ നിൽക്കുന്നതെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ആളുകൾ എവിടെയാണ് നിൽക്കുന്നത്? ദേ ആർ ലിവിങ് ഇൻ സ്മോളർ ഹൗസസ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? മഡ് ആൻഡ് സ്ട്രോ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ അല്ലെ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അപ്പർ കാസ്റ്റിലുള്ള ആളുകളുടെ വീടുകളിൽ ഇലക്ട്രിക് കണക്ഷൻസും ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഹൗസസ് ഹാവ് ഇലക്ട്രിക് കണക്ഷൻസ്. ആ ഒരു ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ഇലക്ട്രിക് കണക്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. പിന്നെന്താണ്? ആൻഡ് ഇലക്ട്രിസിറ്റി പവേഴ്സ് ഓൾ ദ ട്യൂബ് വെൽസ്. ട്യൂബ് വെൽസ് എന്ന് പറയുമ്പോൾ കുഴൽ കിണറുകൾ അല്ലെ. Electricity powers all the tube wells in the fields and is used in various types of small business. അല്ലേ? എല്ലാ ട്യൂബ് വെൽസിനെയും പവർ ചെയ്യുന്ന ഈ ഇലക്ട്രിസിറ്റി ഇതിലാണ് എന്ത്? ഈ ട്യൂബ് വെൽസ് എല്ലാ സ്ഥലത്തിലും എല്ലാ സ്മോൾ ബിസിനസ്സിനും യൂസ് ചെയ്യുന്ന ട്യൂബ് വെൽസ് ആണ് അല്ലേ. പാലംപൂർ ഹാസ് 2 primary school and 1 high school. അപ്പൊ എന്താണ്? പാലംപൂരിൽ 2 പ്രൈമറി സ്കൂളും ഒരു ഹൈസ്കൂളുമാണ് പാലംപൂരിൽ നിലനിൽക്കുന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. പിന്നെ ദ സ്റ്റോറി ഓഫ് പാലംപൂർ ആൻഡ് ഇമാജിനറി വില്ലേജ് will take us through the different types of production activities in the village. അല്ലേ? ഈ ഒരു സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമം ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രാമമല്ല, ഒരു ഇമാജിനറി ഗ്രാമമാണ് അല്ലെ, സാങ്കല്പികം മാത്രമാണ്. അവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, കൃഷിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഒരു ചാപ്റ്റർ.
ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ എന്താ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ഹൗസസ് ഹാവ് ഇലക്ട്രിക് കണക്ഷൻസ്. അവിടെ ആ ഒരു ഗ്രാമത്തിലുള്ള മിക്ക വീടുകളിലും എന്തുണ്ട് എന്നാ മക്കളെ പറയുന്നത്, ഇലക്ട്രിക് കണക്ഷൻസ് ഉണ്ട് എന്നല്ല പറയുന്നത്. പിന്നെ ഈ ഒരു ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ട്യൂബ് വെൽസ് ഈ പാടങ്ങളിലൊക്കെ അവർ കുഴിക്കുന്നത്. പിന്നെന്താണ്, ആ ഒരു ട്യൂബ് വെൽസ് എന്തിനു ഉപയോഗപ്രദമാണെന്ന മക്കളെ പറയുന്നത്, ഫീൽഡ്സിൽ പാടങ്ങളിൽ വെള്ളം അവർക്ക് സ്പ്രേ ചെയ്യാൻ, അല്ലെ, എല്ലാ ചെടികൾക്കും വെള്ളം സ്പ്രേ ചെയ്യാൻ ട്യൂബ് വെൽസ് സഹായിക്കും. പിന്നെ പറയുന്നത് പാലംപൂരിനെ കുറിച്ച്. എന്താണ് മക്കളെ, പാലംപൂരിന് 2 പ്രൈമറി സ്കൂളും 1 ഹൈസ്കൂളുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അല്ലെ പറയുന്നത്. പിന്നെ അപ്പൊ അവിടെ എങ്ങനെയാണ് പ്രൊഡക്ഷൻസ് നടക്കുന്നത്, കൃഷി എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ദ ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് അവർ പ്രൊഡക്ഷൻ എല്ലാം സ്ട്രക്ചർ ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, ദ എയിം ഓഫ് പ്രൊഡക്ഷൻ അല്ലെ, പ്രൊഡക്ഷന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെ. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോപ്സ് ധാന്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ക്രോപ്സിന് 2ആയി തരംതിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് 2 ടൈപ്സ് ഓഫ് ക്രോപ്സ് നിങ്ങൾക്ക് അറിയുന്നത് അല്ലെ, നമുക്ക് ഫുഡ് ക്രോപ്സും ഉണ്ട്, പിന്നെ എന്താണുള്ളത്, ക്യാഷ് ക്രോപ്സും ഉണ്ട് അല്ലെ. ഓക്കെ, ആൻഡ് ഓക്കെ Okay, and there are 4 requirements for production of goods and services. ഒരു ക്രോപ്സ്, ഫുഡ് ക്രോപ്സ് ആയിക്കോട്ടെ, ക്യാഷ് ക്രോപ്സ് ആയിക്കോട്ടെ, അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് മക്കളെ, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് മക്കൾ തന്നെ പറഞ്ഞേ. ഓക്കെ, പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ടീച്ചർ തന്നെ പറയാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്, ലാൻഡ്. നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ അല്ലെ, കൃഷി ചെയ്യാൻ നമുക്ക് നിലം വേണം. പിന്നെന്താണ് വേണ്ടത്, അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആരും കൂടെ വേണം, ലേബർ വേണം അല്ലെ. ലേബർ ആണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയും അല്ലെ. പിന്നെ നമുക്ക് എന്ത് വേണം, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കൈമേൽ എന്ത് വേണം, പൈസ വേണം അല്ലെ, ക്യാപിറ്റൽ വേണം അല്ലെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ. ദ ഫസ്റ്റ് റിക്വയർമെന്റ് ഇസ് ലാൻഡ്, നമുക്ക് നിലം വേണം എന്ന് പറയുന്നു. പിന്നെ ഓക്കെ, പിന്നെന്താണ്, വെള്ളം വേണം അല്ലെ, ഫോറസ്റ്റ് വേണം, കാടുകൾ വേണം, അതിന് അനുസൃതമായി നമുക്ക് മിനറൽസ് വേണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടത്, ലാൻഡ് വേണം, പിന്നെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള വാട്ടർ വേണം, ഫോറസ്റ്റ് വേണം, മിനറൽസ് വേണം അല്ലെ. ഇത്തരം കാര്യങ്ങൾ നമുക്ക് റിക്വയർമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ഓക്കെ, പിന്നെ അടുത്ത സെക്കൻഡ് റിക്വയർമെന്റ്, രണ്ടാമത് നമുക്ക് വേണ്ടത് ആരെയാണ് മക്കളെ, നമുക്ക് തൊഴിലാളികളെ വേണം. തൊഴിലാളികൾ ഇല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ നടക്കുമോ, ഇല്ല അല്ലെ. ഓക്കെ, ദ പീപ്പിൾ വിൽ ഡു ദ വർക്ക്. ആരാണ് അവിടെ പണിയെടുക്കാൻ ആളുകൾ വേണ്ടേ, അല്ലെങ്കിൽ ക്രോപ്സ് ഇതൊക്കെ ആരാണ് ഇതാക്കുക, മെഷീൻസ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യോ, ഇല്ല, ആളുകൾ വേണം അല്ലെ. അതൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന തൊഴിലാളികൾ വേണം അല്ലെ. ആൻഡ് സം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് റിക്വയർ ഹൈലി എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സ്, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. എന്തിന്, ടു പെർഫോം ദി നെസസറി ടാസ്ക്. ഇപ്പൊ ക്രോപ്സ്, ധാന്യങ്ങളൊന്നും നടാൻ അറിയാതെ ഇങ്ങനെ കൊയ്തെടുക്കാൻ അറിയാത്ത ആൾക്കാരെ അവിടെ നിർത്തിയിട്ട് കാര്യമുണ്ടോ, ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളെ വേണം നമ്മൾ ചൂസ് ചെയ്ത് ഇതിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ മാനുവൽ വർക്ക്സ്, അതർ ആക്ടിവിറ്റീസ് റിക്വയർ വർക്കേഴ്സ് ഹു ക്യാൻ ഡു മാനുവൽ വർക്ക്. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള വർക്ക്സ് ചെയ്യാനുള്ള വർക്കേഴ്സിനെ നമുക്ക് ആവശ്യമാണ്. ഈച്ച് വർക്കർ ഇസ് പ്രൊവൈഡിങ് ദ ലേബർ നെസസറി ഫോർ പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരാൾ ക്രോപ്സ് സീഡ്സ് ഇടുമ്പോൾ മറ്റൊരാൾ അതിന് വേണ്ടിയിട്ടുള്ള മാന്യൂർ ഉണ്ടാക്കി സെറ്റാക്കി വെക്കണം. പിന്നെ വേറെ ആൾക്കാർ ട്രാക്ടേഴ്സ് വെച്ചിട്ട് ഇത് മറിക്കുക. പണ്ടത്തെ കാലത്ത് ഓക്സ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇതാക്കാറുള്ളത്. ഇപ്പോൾ ട്രാക്ടേഴ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ വർക്കേഴ്സ് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ലാൻഡ് ആവശ്യകതയാണ്, രണ്ടാമത്തെ ലേബർ പറഞ്ഞു, പിന്നെ നമുക്ക് വേണ്ടത് എന്താ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കണം ഇൻ ഓർഡർ ടു ഡു നെസസറി ടാസ്ക് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ അല്ലെ. പിന്നെ എന്താണ്, എല്ലാ ആക്ടിവിറ്റീസും അതർ ആക്ടിവിറ്റീസ് ഓൾസോ റിക്വയർ വാട്ട്, മാനുവൽ വർക്കേഴ്സ് അല്ലെ. പിന്നെ ഫോർത്ത് വൺ നമുക്ക് വേണ്ടത് എന്താണ്, ക്യാപിറ്റൽ, കയ്യിൽ പൈസ വേണം അല്ലെ.
തേർഡ് റിക്വയർമെന്റ് ഇസ് ഫിസിക്കൽ ക്യാപിറ്റൽ. നമ്മുടെ കൈമേലെ പൈസ വേണം അല്ലെ. ദ വെറൈറ്റി ഓഫ് ഇൻപുട്സ് റിക്വയർഡ് അറ്റ് ഈവൻ സ്റ്റേജ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ. ഓക്കെ, വാട്ട് ആർ ദ ഐറ്റംസ് ദാറ്റ് കം അണ്ടർ ഫിസിക്കൽ ക്യാപിറ്റൽ? ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? മെയിൻലി പൈസ അല്ലാതെ നമുക്ക് ടൂൾസ് വേണം, കൃഷി ചെയ്യാൻ നമുക്ക് ആയുധങ്ങൾ വേണ്ടേ, പിന്നെന്താണ്, മെഷീൻസ് വേണം, ട്രാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ എന്ത് വേണം? ഓക്കെ, buildings and tools and machines range from very simple tools such as farmer and a plow to sophisticated machines like generators, turbines, computers, etc. പണ്ട് കാലത്ത് പ്ലോക്സ് ആണ്, നമ്മൾ കൈക്കോട്ട് എന്നൊക്കെ പറയുന്നതില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പണ്ട് കാലത്ത് കാളകളെ കൊണ്ട് ഇത് മറയിപ്പിച്ച് അന്നത്തെ കാലം. പക്ഷെ ഇപ്പോ പലതരത്തിലുള്ള ടെക്നോളജി ചേഞ്ചസ് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി മക്കളെ? ജനറേറ്റേഴ്സ് ആൻഡ് ടർബൈൻസ്, കമ്പ്യൂട്ടേഴ്സ് അല്ലെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ മൂന്നാമത്തെ കാര്യമായിട്ട് ഫസ്റ്റ് നമ്മൾ ലാൻഡ് പറഞ്ഞു, പിന്നെ ലേബർ പറഞ്ഞു, മൂന്നാമത്തത് ക്യാപിറ്റൽ പറഞ്ഞു അല്ലെ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ, ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? മണി അല്ലാതെ ടൂൾസ്, മെഷീൻസ്. അപ്പൊ ടൂൾസ് എന്ന് പറയുമ്പോൾ ഫാമേഴ്സിന്റെ പ്ലോഗ് തൊട്ട് ജനറേറ്റേഴ്സ്, ടർബൈൻസ്, കമ്പ്യൂട്ടേഴ്സ് വരെ അതിൽ ഉൾപ്പെടുന്നു എന്ന് കുട്ടികൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. പണ്ട് കാലം തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പല ടൈപ്പ് ഓഫ് ഹാൻഡ് മെയ്ഡ് ടൂൾസ്. പിന്നെ ടെക്നോളജി ചേഞ്ചസ് വന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെഷീൻസ് അല്ലെ, ട്രാക്ടേഴ്സ്, ടർബൈൻസ്, ജനറേറ്റേഴ്സ് ഒക്കെ. പിന്നെ ബിൽഡിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ അല്ലെ. ഇപ്പോൾ ബിൽഡിങ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കുറെ വർഷങ്ങളായി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഫിക്സഡ് ക്യാപിറ്റൽ. ടൂൾസും മെഷീൻസും ബിൽഡിങ്സും ഒക്കെ അടങ്ങുന്നതിന് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യം എന്താണ്? ഇതിനൊക്കെ വേണ്ട റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ്. ഫാക്ടറിയിൽ നമ്മൾ ഒരു ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ വേണം അല്ലെ. പിന്നെ പൈസ വേണം കൈമേല്. Production requires a variety of raw material, yarn that is used by weaver. ഇപ്പൊ തുന്നുന്ന ആളുകൾക്ക് യാൺ ആവശ്യമാണ്, അതൊരു അവരുടെ റോ മെറ്റീരിയൽ ആണ് അല്ലെ. ആൻഡ് ക്ലേ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണ് മക്കളെ? പോട്ടർ അല്ലെ. കളിമണ്ണുകൊണ്ട് പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്ന പോട്ടേഴ്സിന്റെ റോ മെറ്റീരിയൽ ആണ് എന്ത്? ക്ലേ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, also some money is always required during production is to make payments and buy other necessary items. നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്ക്, നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് വാങ്ങാൻ നമ്മുടെ കൈമേൽ പൈസയും വേണം. അപ്പൊ നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ് അടങ്ങുന്ന ഫിസിക്കൽ ക്യാപിറ്റലിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും. അതാണ് എന്ത് മക്കളെ? ഫിക്സഡ് ക്യാപിറ്റൽ. അത് കൂടാതെ റോ മെറ്റീരിയൽസും മണി നമ്മുടെ കൈമേൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ വീവേഴ്സിന് യാൺ എന്ന റോ മെറ്റീരിയൽ ആവശ്യം വരും പോലെ പോട്ടേഴ്സിന് ക്ലേ ഇറ്റ് ഇസ് എ റോ മെറ്റീരിയൽ. അതുകൂടാതെ നമുക്ക് മണി വേണം, എല്ലാ തരത്തിലുള്ള പേയ്മെന്റ്സ് നടത്താനും വേറെ സാധനങ്ങൾ വാങ്ങാനും നമുക്ക് കയ്യിൽ പൈസയും വേണം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ കൈമേല് ഫിസിക്കൽ ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് ടൂൾസ്, അതേമാതിരി മണി കൈമേല് വേണം അല്ലെ. ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സിനൊക്കെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന പേരിട്ടിട്ടാണ് അല്ലെ മക്കളെ വിളിച്ചത്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കിയാലോ? റോ മെറ്റീരിയൽസും മണി അടങ്ങുന്നതാണ് എന്ത് മക്കളെ? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടൂൾസും മെഷീൻസും അതുപോലെ തന്നെ ബിൽഡിങ്സും അടങ്ങുന്നതിന് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ, റോ മെറ്റീരിയലും മണി അടങ്ങുന്നതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അൺലൈക്ക് ടൂൾസ് ആൻഡ് മെഷീൻസ്, These are used up in production. ഇതും നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, റോ മെറ്റീരിയൽസും മണി. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് നാലാമതൊരു സംഗതി കൂടെ ആവശ്യമാണ്. എന്താണ് മക്കളെ നാലാമതൊരു സംഗതി? You will need knowledge and enterprise to be able to put together land, labor, physical capital and produce an output
either to use yourself or to sell in the market. നമുക്ക് എന്ത് വേണം? എല്ലാത്തിനെ കുറിച്ച് അറിവ് വേണം. ഇതൊക്കെ എങ്ങനെ ഒരുമിച്ച് ലാൻഡ് ആണെങ്കിലും ലേബർ ആണെങ്കിലും ഫിസിക്കൽ ക്യാപിറ്റൽ ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും എല്ലാം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവാം എന്നുള്ള അറിവ് നമുക്ക് വേണം എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞു, ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതൊക്കെ ഒരുമിച്ച് ലാൻഡും ലേബറും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഹ്യൂമൺ ആണ് അല്ലെ. അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് ഇതിന് പറയാ. നാലാമത്തത് ഹ്യൂമൻ ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ പാലംപൂരിലെ കൃഷി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അവിടെ എന്ന് പറയുമ്പോൾ ലാൻഡ് ഇസ് ഫിക്സഡ്. ലാൻഡ് ഫിക്സഡ് ആണ് അവിടെ. ലാൻഡ് ഇസ് ഫിക്സഡ്. ഫാമിംഗ് ഇസ് ദ മെയിൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ പാലംപൂർ. പാലംപൂരിലെ അവിടെ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന പണി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പാലംപൂരില് ഇറ്റ് ഈസ് ഫാമിംഗ് ആണ് അല്ലെ. കൂടുതൽ ആളുകളും അവിടെ കൃഷിയാണ് ചെയ്യുന്നത്. 75% ഓഫ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ്, 75% ആളുകളും ഫാമിങ്ങിന് കൃഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആളുകൾ അവരുടെ അവരുടെ ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെ എല്ലാവരും 75% ആളുകളും ഈ കൃഷിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫാമിംഗ് എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദി മേജർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഇൻ പാലംപൂർ ആൻഡ് 75% ഓഫ് പീപ്പിൾ ആർ ഡിപ്പെൻഡന്റ് അപ്പോൺ അഗ്രികൾച്ചർ ആസ് ദിയർ ലൈവ്ലിഹുഡ് അല്ലെ. പിന്നെ ആൻഡ് they could be farmers. ഈ 75% കൂടുതൽ ആളുകൾ കൃഷിക്കാരാണ് അല്ലെങ്കിൽ ഫാം ലേബേഴ്സ് ആണ്. മറ്റുള്ള ലാൻഡില് ജന്മിമാരുടെ ഭൂമിയിൽ പണിയെടുക്കുന്നവരാണ്. ഓക്കെ, കുറെ പേർക്ക് സ്വന്തമായിട്ടുള്ള ഫാം ഉണ്ട്, കുറെ പേര് മറ്റുള്ളവരുടെ ഫാമിൽ വർക്ക് ചെയ്യുന്നവരാണ്. And since 1960 in Palampur there has been no expansion in land area under cultivation. ഓക്കെ, അപ്പൊ 1960 വരെ 1960 വരെ ഒരു തരത്തിലുള്ള നിലങ്ങളും ഇങ്ങനെ കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ആ ഒരു കാലത്തെ അവസ്ഥ. ബൈ ദെൻ സം ഓഫ് ദ വേസ്റ്റ് ലാൻഡ്സ്, പിന്നെയാണ് 1960 ശേഷമാണ് പാലംപൂരിൽ കുറെ നിലങ്ങൾ അവർ യൂസ് ചെയ്ത് വേസ്റ്റ് ആയിട്ടുള്ള ലാൻഡ്സ് ഒക്കെ അവർ ഒന്നിച്ചു കൂട്ടി കൃഷി ഇറക്കാൻ തുടങ്ങിയത്. ദേ ഹാഡ് ബീൻ കൺവേർട്ടഡ് ടു കൾട്ടിവബിൾ ലാൻഡ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? 75% ഓഫ് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാമിങ്ങിനെയാണ്. അതിൽ കൂടുതൽ ആളുകൾ ഫാമേഴ്സ് ആണ് അല്ലെങ്കിൽ ഫാം ലേബേഴ്സ് ആണ്. പിന്നെ 1960 വരെയുള്ള കാലഘട്ടം പാലംപൂരിൽ ഒരു തരത്തിലുള്ള കൃഷി ഭൂമികൾ നിലനിന്നിരുന്നില്ല. അങ്ങനെ കുറെ നിലങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള നിലങ്ങൾ പിന്നെ കൾട്ടിവബിൾ ലാൻഡ് ആയിട്ട് മാറുകയായിരുന്നു എന്നാണ് കേട്ടോ ഈ സ്ലൈഡിൽ പറയുന്നത്. ഓക്കെ, and next one, is there a way one can grow more from the same land? പണ്ടുള്ള കാലഘട്ടത്ത് പാലംപൂർ എന്ന സ്ഥലത്ത് ഒരു ലാൻഡിൽ തന്നെ കുറെ ക്രോപ്സ് വിളയിച്ചെടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കാണ്. പാലംപൂർ would resemble a village of western part of the state of ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റിലെ ഒരു ഗ്രാമമായിട്ടാണ് പാലംപൂരിനെ പറയുന്നത്. ഓക്കെ, all land is cultivated in Palampur, no land is left ഐഡിൽ എന്ന് വെച്ചാൽ പാലംപൂർ എന്ന ഗ്രാമത്തിലെ എല്ലാ നിലങ്ങളും കൃഷിക്കായിട്ടുള്ളതാണ്. അവിടെ ഒരു ലാൻഡും വെറുതെ വേസ്റ്റ് ലാൻഡ് ആയിട്ട് 1960 ശേഷം ഇട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ റെയിനി സീസൺ, മഴക്കാലമാകുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നാണ്? ഫാമേഴ്സ് ഗ്രൂ ജോവർ ആൻഡ് ബാജ്ര. മഴക്കാലമാവുമ്പോൾ അവർ എന്തൊക്കെ ക്രോപ്സ് ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന മക്കളെ പറയുന്നത്? ഇറ്റ് ഈസ് ജോവർ ആൻഡ് ബാജ്ര എന്ന് പറയുന്ന 2 ക്രോപ്സ് ആണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുക. ആൻഡ് ദിസ് പ്ലാന്റ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റൽ ഫീഡ്. ഈ ജോവർ എന്ന് പറയുന്ന ബാജ്ര എന്ന് പറയുന്ന ഫുഡ് ക്രോപ്സ് ആണ് അവർ എന്തിനു യൂസ് ചെയ്യുന്നത്? ഈ കാറ്റിലിന്, ഈ പശുക്കൾക്കൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ കൾട്ടിവേഷൻ ഓഫ് പൊട്ടാറ്റോ ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് ഡിസംബർ. പൊട്ടാറ്റോ കൾട്ടിവേറ്റ് ചെയ്യുക ഈ ഒരു പാലംപൂരിൽ. പൊട്ടാറ്റോ കൾട്ടിവേഷൻ ഏത് മന്ത്സിലാണ് മക്കളെ നടക്കുക? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് ഡിസംബർ. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് പൊട്ടാറ്റോ കൾട്ടിവേഷൻ എവിടെ നടക്കുന്നത്?
പാലംപൂരിൽ നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. പാലംപൂർ എന്ന് പറയുന്ന വില്ലേജ് ഒരു ഇമാജിനറി വില്ലേജ് ആണ്. അത് റിസംബിൾ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലെ വില്ലേജ് ആയിട്ടാണ് മക്കളെ? ഉത്തർപ്രദേശത്തെ വില്ലേജ് ആയിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ നിലങ്ങളും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാ മക്കളെ? കൃഷി ഇറക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ലാൻഡ്സ് ആണ്. ഒരു ലാൻഡും വേസ്റ്റ് ലാൻഡ് ആയിട്ട് അവിടെ 1960 ശേഷം അല്ലെ വേസ്റ്റ് ലാൻഡ് ആയിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ മഴക്കാലമാവുമ്പോൾ പാലംപൂർ നിവാസികൾ എന്ത് ടൈപ്പ് ഓഫ് ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്? പറഞ്ഞേ. ജോവർ ആൻഡ് ബാജ്ര അല്ലെ. ആ രണ്ട് ക്രോപ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഈ രണ്ട് പ്ലാന്റ്സും എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഇൻ ഓർഡർ ടു ഫീഡ് കാറ്റിൽസ് അല്ലെ. പിന്നെ പൊട്ടാറ്റോ കൾട്ടിവേഷൻ ഇവർ നടത്തുന്ന ഏതൊക്കെ 2 മാസങ്ങൾ നടുവിലൂടെയാണ്? ഒക്ടോബർ ആൻഡ് ഡിസംബർ. ആ ഒരു ടൈമിലാണ് എന്ത് പൊട്ടാറ്റോ കൾട്ടിവേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മൾ വിന്റർ സീസണിൽ അവർ ഫീൽഡ്സ് ആർ സോൺ വിത്ത് വീറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു റെയിനി സീസൺ ടൈമിൽ അവർ കൂടുതൽ കൾട്ടിവേറ്റ് ജോവർ ആൻഡ് ബാജ്ര കാറ്റിലിനെ ഫീഡ് ചെയ്യാനാണ്. വിന്റർ സീസണിൽ അവര് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ് മക്കളെ? വീറ്റ് ആണ് അല്ലെ, ഗോതമ്പാണ്. ഫ്രം ദ വീറ്റ് പ്രൊഡ്യൂസ്ഡ് farmers keep enough wheat for their family consumption. ഈ ഗോതമ്പ് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ഫാമിലിക്ക്, കുടുംബത്തിനും കൂടുതൽ മാറ്റി വെക്കും. പിന്നെന്താണ്? ആൻഡ് സെൽ ദ സർപ്ലസ് വീറ്റ്. ബാക്കിയുള്ളത് അവര് റായ്ഗഞ്ച് എന്ന് പറയുന്ന വലിയ ഗ്രാമത്തിലെ മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. വിന്റർ സീസൺ ആവുമ്പോൾ അവര് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്ത് ക്രോപ്പാണ്? വീറ്റ് ആണ് അല്ലെ. കൂടുതൽ അവർ കൾട്ടിവേറ്റ് ചെയ്യും, അതിൽ പകുതിയോളം അവർ വീട്ടിലേക്ക് എടുക്കും. പിന്നെ ബാക്കി സർപ്ലസ് പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് അവര് റായ്ഗഞ്ച് പറയുന്ന വലിയ വില്ലേജിലെ അവിടുത്തെ മാർക്കറ്റിലേക്ക് അയക്കുമെന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. Okay, next one. The main reason why farmers are able to grow 3 different crops in year. പാലംപൂരിൽ ഒരു നിലത്തില്, ഒരു ലാൻഡിൽ തന്നെ അവർ കൂടുതൽ ധാന്യങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. Because Palampur is due to the well-developed system of irrigation. അവിടെ എന്ന് പറയുന്നത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് അവർക്ക് എത്ര ഡിഫറെന്റ് ക്രോപ്സ് വേണമെങ്കിലും ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പണ്ട് ഒരു കാലം തൊട്ടേ അവർക്ക് കുറെ വർഷങ്ങളായിട്ട് ഇലക്ട്രിസിറ്റി പാലംപൂരിൽ എക്സിസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇറിഗേഷൻ ഫെസിലിറ്റി ഈസിലി ആയിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി അല്ലേ. പിന്നെ പേർഷ്യൻ വീൽസ് ആയിരുന്നു പണ്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഫാമേഴ്സ് drew water from the wells and irrigate small fields. പിന്നെ ഓരോ വെൽസിൽ നിന്ന് ഫാമേഴ്സിന് നേരിട്ട് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി വന്നു അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്? ഫാമേഴ്സിന് കൂടുതൽ ഡിഫറെന്റ് ക്രോപ്സ് ഒരു ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ വെൽ ഡെവലപ്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റി കൊണ്ടാണ്. പണ്ട് കാലം തൊട്ട് അവർക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിരുന്നു. ആ കാലം തൊട്ട് അവർക്ക് എന്താണ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി അല്ലെ. പേർഷ്യൻ വീല് ഡെവലപ്പ് ചെയ്ത് വന്നു ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടി. പിന്നെ അവർക്ക് എന്ത് വാട്ടർ ഇസ് drawn from wells and they used to plumb this water to their agriculture, isn't it? Okay, next. Okay, പിന്നെ ആളുകൾ പിന്നൊരു പ്ലാൻ ചെയ്തു. എന്താണ്? പീപ്പിൾ സോ ദാറ്റ് ഇലക്ട്രിക്കലി റൺ ചെയ്യുന്ന ട്യൂബെൽസ് ഇല്ലേ, കോയിൽ കിണറുകളില്ലേ, ഇറ്റ് കുഡ് ഇറിഗേറ്റ് മച്ച് ലാർജർ ഏരിയാസ് ഓഫ് ലാൻഡ് മോർ എഫക്റ്റീവ്ലി. ഇങ്ങനെ ഇലക്ട്രിക്കലി റൺ ചെയ്യുന്ന ട്യൂബെൽസ് കൂടുതൽ ലാൻഡിലേക്ക് ഇതാക്കുമ്പോൾ അവിടെ കൂടുതൽ ക്രോപ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് ബേസിസിൽ അവർ സപ്പോർട്ട് തേടി എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഫ്യൂ ട്യൂബെൽസ് വെർ ഇൻസ്റ്റോൾഡ് ബൈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കുറച്ച് ട്യൂബെൽസ് അവർ എവിടെ ഇൻസ്റ്റോൾ ചെയ്തു? കുറച്ച് ഫീൽഡിൽ ഇൻസ്റ്റോൾ ചെയ്തു. സൂൺ ഹവർ farmers started setting up private tubewells. അങ്ങനെ ഗവൺമെന്റിന്റെ സഹായമില്ലാതെ അവർ അവരുടേതായിട്ടുള്ള ട്യൂബെൽസ് അവരുടെ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്തായിരുന്നു?
അങ്ങനെ 1970 ആ ഒരു മധ്യകാലഘട്ടത്ത് the entire cultivated area of 200 hectares was irrigated. ഇത്തരം ട്യൂബെൽസ്, ഇലക്ട്രിക്കലി റൺ ട്യൂബെൽസ് വന്നപ്പോൾ 200 ഹെക്ടേഴ്സ് ലാൻഡ് ആണ് ഇറിഗേറ്റഡ് ആയിട്ട് മാറിയത്. ഇത്തരം നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി പാലംപൂരിൽ ഉണ്ടായത് കൊണ്ട് അല്ലെ. ഫസ്റ്റ് ഫ്യൂ ട്യൂബെൽസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കുറെ ഗ്രാമത്തിലെ പാടങ്ങളിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ഫാമേഴ്സ് അവരുടെ പൈസ എടുത്തിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂബെൽസ് അവിടെ ഗ്രാമത്തിൽ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ 1970s മധ്യ കാലഘട്ടത്ത് കൂടുതൽ 200 hectares ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ആക്കി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ടു ഗ്രോ മോർ ദാൻ വൺ ക്രോപ്പ് in a piece of land during the year is known as multiple cropping. ഒരു നിലത്ത് എന്ന് വെച്ചാൽ ചെറിയ ലാൻഡില് കുറെ ക്രോപ്സ് വർഷത്തിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് അല്ലെ. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ധാന്യങ്ങൾ ഒരു ചെറിയ ലാൻഡിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിനെ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്നുള്ള ടേം വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻസ് നടത്താം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ വേ ഓഫ് ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ഓൺ എ ഗിവൺ പീസ് ഓഫ് ലാൻഡ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡിൽ നടത്തുമ്പോൾ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ഓൾ ഫാമേഴ്സ് ഇൻ പാലംപൂർ ഗ്രൂ അറ്റ്ലീസ്റ്റ് 2 മെയിൻ ക്രോപ്സ് അല്ലെ. എന്ന് വെച്ചാൽ പിന്നെ ആ ഒരു പാലംപൂർ എന്ന ഗ്രാമത്തിലെ ഈ ഫാമേഴ്സ് ഫുള്ളും എല്ലാവരും ഒന്നിൽ കൂടുതൽ ധാന്യങ്ങൾ അവരുടെ ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. കൂടുതൽ ആളുകൾ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, മെനി ആർ ഗ്രോയിങ് പൊട്ടാറ്റോ. ഉരുളക്കിഴങ്ങാണ് കൂടുതൽ ആളുകളും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആസ് ദ തേർഡ് ക്രോപ്പ് ഇൻ ദ പാസ്റ്റ് 15 to 20 years കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടാറ്റോ എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? കൂടുതൽ ആളുകൾ ഒന്നിൽ കൂടുതൽ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് അല്ലെ. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഈ ഒരു പ്രോസസ്സിങ് അവിടെയുള്ള ഫാമേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അല്ലെ. അങ്ങനെ കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്തത് പൊട്ടാറ്റോ ആണ് എന്നാലോചിക്കുക. അങ്ങനെ till the mid 1960s, അങ്ങനെ 1960 വരെയുള്ള ആ ഒരു വർഷങ്ങളിൽ the seeds used in cultivation were traditional ones with relatively low yields. പണ്ട് കാലഘട്ടത്ത് പാലംപൂരിലെ ഗ്രാമവാസികൾ അല്ലെങ്കിൽ കൃഷിക്കാര് യൂസ് ചെയ്തത് എന്താ? പ്രാചീന കാലത്തുള്ള വിത്തുകളായിരുന്നു. അത് അത്ര പെട്ടെന്നൊന്നും പ്രൊഡക്ഷൻ നടന്നിരുന്നില്ല. ലോ ഈൽഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ട്രഡീഷണൽ സീഡ് എന്ന് പറയും, പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന വിത്തുകൾ എന്ന് പറയുമ്പോൾ ഇറ്റ് നീഡഡ് ലെസ് ഇറിഗേഷൻ. അതൊരു ചെറിയ ഇറിഗേഷൻ ഫെസിലിറ്റീസ് മാത്രം മതിയായിരുന്നു. ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന മാനുർ എന്ന് പറയുന്ന കൗഡങ് ആൻഡ് അതർ നാച്ചുറൽ മാനുർ ആസ് ഫെർട്ടിലൈസേഴ്സ്. പണ്ട് കാലഘട്ടത്ത് കൃഷിക്കാര് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത്ര ഇറിഗേഷൻ ഫെസിലിറ്റീസ് അതിന് ആവശ്യമില്ലായിരുന്നു. പിന്നെ ഫാമേഴ്സ് അന്നത്തെ കാലഘട്ടത്ത് കൗഡങ് അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് തന്നെയായിരുന്നു ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് അല്ലേ. പിന്നെ ആൻഡ് ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ദ ലേറ്റ് 1960s, അങ്ങനെ 1960 ആ ഒരു വർഷത്തിന്റെ അവസാനമായപ്പോൾ എന്ത് റെവല്യൂഷൻ വന്നു? ഗ്രീൻ റെവല്യൂഷൻ വന്നു. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഇന്ത്യൻ ഫാമർ ടു കൾട്ടിവേഷൻ ഓഫ് വീറ്റ് ആൻഡ് റൈസ് യൂസിങ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്. അങ്ങനെ ഇന്ത്യൻ ഫാമേഴ്സിനോട് ഗ്രീൻ റെവല്യൂഷന് ശേഷം എന്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു? റൈസും വീറ്റും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് എന്ത് യൂസ് ചെയ്തിട്ട്? അത്രയും ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് യൂസ് ചെയ്തിട്ട് ഫാമേഴ്സിനോട് അരിയും അതുപോലെ തന്നെ ഗോതമ്പ് കൂടുതൽ പ്രൊഡക്ഷൻസ് നടത്താൻ വേണ്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്. പണ്ട് കാലഘട്ടത്ത് 1960s വരെ പാലംപൂരിൽ ട്രഡീഷണൽ സീഡ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. ആ ഒരു
സീഡ്സിന് ലെസ് ഇറിഗേഷൻ ആണ് ആവശ്യമുള്ളത്, ലെസ് ഈൽഡ് ഉണ്ടാവുള്ളൂ. ഫാമേഴ്സ് അന്നത്തെ കാലഘട്ടത്തിൽ കൗഡങ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആയിരുന്നു ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അവരുടെ കൃഷിയിലുള്ള ധാന്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ 1960 അവസാന ഘട്ടത്തിൽ ഗ്രീൻ റെവല്യൂഷൻ വന്നപ്പോൾ റൈസും വീറ്റും ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ് വന്നപ്പോ അല്ലെ, പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻസ് നടക്കുന്ന റൈസ് ആൻഡ് വീറ്റിന്റെ വിത്തുകൾ ഹൈ ഈൽഡിങ് സീഡ്സ് വന്നപ്പോ അവിടെ എന്ത് ചെയ്തു, പ്രൊഡക്ഷൻസ് കൂടി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ അല്ലേ. ഇങ്ങനെ ഹയർ ഈൽഡ് പെട്ടെന്ന് ഇങ്ങനെ പ്രൊഡക്ഷൻസ് നടത്തുന്ന സീഡ്സ് അവര് ഇതാക്കിയത് എന്തിൽ നിന്നാണ്? ഹയർ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തത് HYV സീഡ്സ് ആണ് അല്ലെ, ഹൈലി ഈൽഡിങ് സീഡ്സ്. അതിന് ഇറിഗേഷൻ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആണ് യൂസ് ചെയ്തത്. ഹയർ ഈൽഡ് സീഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെട്ടെന്ന് പ്രൊഡക്ഷൻസ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും HYV സീഡ്സും ഹൈലി ഈൽഡിങ് സീഡ്സും പെസ്റ്റിസൈഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ പഞ്ചാബിലെ ഫാമേഴ്സും ഹരിയാനയിലെ ഫാമേഴ്സും വെസ്റ്റേൺ ഉത്തർപ്രദേശിലുള്ള കൃഷിക്കാരും were first to try out the modern farming method in India. ആദ്യമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള കൃഷിക്കാരാണ് ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഫാസ്റ്റർ പ്രൊഡക്ഷൻ, ഹയർ ഈൽഡില് അല്ലെ പെട്ടെന്ന് പ്രൊഡക്ഷൻ നടക്കുന്ന കൾട്ടിവേഷൻ നടത്താൻ തുടങ്ങിയത്? നമ്മുടെ പഞ്ചാബിലുള്ള, ഹരിയാനയിലുള്ള, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തർപ്രദേശിലുള്ള കൃഷിക്കാരായിരുന്നു കൂടുതലായിട്ട് ഇത്തരം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മോഡേൺ ഫാമിംഗ് ഇവരായിരുന്നു യൂസ് ചെയ്തത്. ആരൊക്കെ? പഞ്ചാബിലുള്ള, ഹരിയാന, ഉത്തർപ്രദേശിലുള്ള ഫാമേഴ്സ് ആണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മൾ പറഞ്ഞു ദ ഫാമേഴ്സ് ഇൻ ദിസ് റീജിയൻ സെറ്റപ്പ് 2 wells ഫോർ ഇറിഗേഷൻ. ഇങ്ങനെ ഹരിയാനയിലുള്ള, പഞ്ചാബിലുള്ള, ഉത്തർപ്രദേശിലുള്ള കൃഷിക്കാരൊക്കെ 2 wells അവരുടേതായിട്ടുള്ള എന്താ പറയുക പാടങ്ങളിൽ എന്ത് ചെയ്തു? സെറ്റപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇറിഗേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവർ HYV സീഡ്സ് അല്ലെ, പെട്ടെന്ന് പ്രൊഡക്ഷൻ നടക്കുന്ന സീഡ്സ് അവർ യൂസ് ചെയ്തു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഫാമിങ്ങിൽ യൂസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. ഇൻ പാലംപൂർ ഇത്തരം ടൈപ്പ് ഓഫ് കൃഷി അല്ലെ, നമ്മൾ ഇത്തരം ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ നമ്മൾ യൂസ് ചെയ്തപ്പോൾ, മോഡേൺ ഫാമിംഗ് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റമാണ് വന്നത് പാലംപൂരിൽ? ദ ഈൽഡ് ഓഫ് വീറ്റ് ഗ്രോ ഫ്രം ട്രഡീഷണൽ വെറൈറ്റി വാസ് 1300 kg per hectare. ഓക്കെ, എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തുള്ള, പ്രാചീന കാലത്തുള്ള കൃഷി നടത്തിപ്പില് എത്ര ഗോതമ്പാണ് നമ്മൾ സമ്പാദിച്ചതെന്ന് പറയുമ്പോൾ 1300 കിലോ, 1300 മാത്രമാണ് നമ്മൾ എല്ലാ ലാൻഡും നോക്കി നമ്മൾ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ എന്താണ് 1300 കിലോ മാത്രമേ ഉള്ളൂ. ആൻഡ് HYV സീഡ്സ്, ഹൈ ഈൽഡിങ് സീഡ്സ്, മോഡേൺ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3200 kg ആണ് നമ്മൾ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. ദർ വാസ് എ ലാർജ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് അല്ലെ. പണ്ടത്തെ കാലഘട്ടത്തും ട്രഡീഷണൽ ആൻഡ് മോഡേൺ മെത്തേഡ് ഓഫ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എത്ര വ്യത്യാസമാണ് നോക്ക്, പ്രൊഡക്ഷനിൽ വന്ന വ്യത്യാസം അല്ലെ, എത്ര വ്യത്യാസമാണ്. 1300 നിന്ന് 3200 എത്തണമെങ്കിൽ അല്ലെ. ഓക്കെ, ദർ വാസ് എ ലാർജ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് അല്ലെ. ആൻഡ് ഫാമേഴ്സ് നൗ ഹാഡ് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് സർപ്ലസ് വീറ്റ് ടു സെൽ ഇൻ ദ മാർക്കറ്റ്. ഇപ്പൊ കുറെ വീറ്റ് അവരുടെ കയ്യിലുണ്ട്, അവരുടെ ലൈവ്ലിഹുഡിന് യൂസ് ചെയ്യാനും മാർക്കറ്റിൽ സെൽ ചെയ്യാനുമായിട്ട് കയ്യിൽ കുറെ പ്രൊഡക്ഷൻസ് ഉണ്ട് അല്ലെ, കുറെ വീറ്റ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ്, ട്രഡീഷണൽ കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്ര ലെസ് ഫെർട്ടിലൈസേഴ്സ് ആണ്, നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്തത്, കൗഡങ് പോലെയുള്ള. പക്ഷെ മോഡേൺ ഫാമിംഗ് വന്നപ്പോൾ, ഹൈ ഈൽഡിങ് സീഡ്സ് വന്നപ്പോൾ പ്രൊഡക്ഷൻസ് ഡബിൾഡ് ആയി അല്ലെ, ട്രിപ്പിൾഡ് ആയി അല്ലെ. ആ ഒരു കാര്യമാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് കേട്ടോ. എന്തൊക്കെയാ നോക്കിയാലോ, ഒന്നും കൂടെ നമുക്ക് റിവൈൻഡ് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പോ പാലംപൂരിൽ എങ്ങനെയാണ് പ്രൊഡക്ഷന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം അല്ലെ. എങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്തത്? ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലാൻഡ് ആണ്. ലാൻഡ് കൂടാതെ അവിടെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് വാട്ടർ, ഫോറസ്റ്റ്, അതുപോലെ തന്നെ
മിനറൽസ് ആണ് അല്ലെ. അത് കൂടാതെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എന്ത്, ലേബർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് നമുക്ക് ആവശ്യമാണ് ഇൻ ഓർഡർ ടു ഡു നെസസറി ടാസ്ക് ഇൻ അഗ്രികൾച്ചർ അല്ലെ. പിന്നെ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ആക്ടിവിറ്റീസ് ഉണ്ടാവും ഫാമിങ്ങിൽ, മാനുവൽ വർക്ക്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ലേബേഴ്സിന് ആവശ്യമാണ് അല്ലെ. പിന്നെ എന്താണ് മക്കളെ വേണ്ടത്, തേർഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാപിറ്റൽ ആണ്. നമുക്ക് ടൂൾസ് വേണം, മെഷീൻസ്, അതുപോലത്തെ ബിൽഡിങ്സ് ഒക്കെ ഫിസിക്കൽ ക്യാപിറ്റലിൽ വരുന്നതാണ്. അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എന്ത്, ഫിക്സഡ് ക്യാപിറ്റൽ എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസും മണി അടങ്ങുന്ന ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് ഫോർത്ത് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ പറഞ്ഞേ, ഇറ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ സ്ലൈഡിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പാലപ്പൂരിലെ ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. 75% ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാ മക്കളെ, ഈ ഒരു ഫാമിങ്ങിനെയാണ്, കൃഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പൊ കൂടുതൽ ആളുകൾ 75% ആളുകളും ഫാമേഴ്സോ അല്ലെങ്കിൽ ഫാം ലേബേഴ്സോ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, കൂടുതൽ ആളുകൾക്ക് സ്വന്തമായിട്ട് ഫാമിങ് ലാൻഡ്സ് ഉണ്ടാവും, ചിലവര് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാം ലേബേഴ്സ് ആയിരിക്കാം. ഓക്കെ, 1960 വരെയുള്ള കാലഘട്ടത്ത് അവിടെ ഫാമിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ വേസ്റ്റ് ലാൻഡ് അവർ കൺവേർട്ട് ചെയ്ത് കൾട്ടിവബിൾ ലാൻഡ് ആക്കിയിട്ടാണ് അവിടെ ഫാമിംഗ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ പാലംപൂർ എന്ന് പറയുന്ന എവിടെയുള്ള വില്ലേജ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്, ഉത്തർപ്രദേശിലുള്ള അല്ലെ. പിന്നെ അവിടെ എന്ന് വെച്ചാൽ പിന്നെയുള്ള 1960 ശേഷം ഒറ്റ ലാൻഡ് പോലും വേസ്റ്റ് ലാൻഡ് ആയിട്ട് അവിടെ കണക്കാക്കപ്പെട്ടില്ല. എല്ലാം കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്തു. റെയിനി സീസണിൽ അവർ ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് എന്തൊക്കെയാന്ന് ടീച്ചർ പറഞ്ഞേ, ദാറ്റ് ഈസ് ജോവർ ആൻഡ് ബാജ്ര. ഇത് തന്നെയാണ് കാറ്റൽ ഫീൽഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാന്റ്സും എന്നാണ് പറയുന്നത്. പിന്നെ ഒക്ടോബർ ഡിസംബർ ആ ഒരു ടൈമിൽ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് എന്താണ് മക്കളെ, ഇറ്റ് ഈസ് പൊട്ടാറ്റോ ആണ് അല്ലെ. പിന്നെ വിന്റർ സീസണിൽ അവർ ഗ്രോ ചെയ്യുന്നത് വീറ്റ് ആണ്. വീറ്റ് പ്രൊഡക്ഷൻ അല്ലെ, കൂടുതൽ വീറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് ഹൈ ഈൽഡിങ് സീഡ്സ്, ഹയർ ഈൽഡ് വരുന്ന സീഡ്സ് അവർ യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെന്താണ്, കൂടുതൽ ക്രോപ്സ് ഒരു വർഷം അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഒന്നിൽ കൂടുതൽ ക്രോപ്സ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു മക്കളെ, ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. ഓക്കെ, ഇലക്ട്രിസിറ്റി പണ്ട് മുതലേ അവിടെ പാലംപൂരിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇറിഗേഷൻ ഫെസിലിറ്റി വെൽ ഡെവലപ്ഡ് ആയിരുന്നു. പിന്നെ ട്യൂബെൽസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി. ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും കുറെ ട്യൂബെൽസ് ഇൻസ്റ്റാൾ ചെയ്തു. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അവരുടെ ഫീൽഡ്സിൽ എന്ത് ചെയ്തു, ട്യൂബെൽസ് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഈ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ, പിന്നെ 1960s വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ട്രഡീഷണൽ ക്രോപ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. അതിനൊന്നും എന്താണ് അത്ര ഇറിഗേഷൻ ഫെസിലിറ്റി ആവശ്യം വന്നില്ല അല്ലെ. നമ്മൾ ഫാമേഴ്സ് അവർ യൂസ് ചെയ്തത് കൗഡങ്, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് ആണ് അവർ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്ത്. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ വന്നപ്പോൾ നമ്മൾ ഹയർ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ അതിന് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ആയിട്ടാണ് മാന്യൂർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഏതൊക്കെ ഫാമേഴ്സ് ആണ് ഫസ്റ്റ് ഈ മോഡേൺ ഫാമിംഗ് മെത്തേഡ് യൂസ് ചെയ്തത് ഗ്രീൻ റെവല്യൂഷൻ വന്നതിന് ശേഷം എന്ന് നമുക്ക് നോക്കിയാലോ. ഏതൊക്കെയാണ് ടീച്ചർ പറഞ്ഞതെന്ന് കുട്ടികളൊന്ന് ഓർത്ത് പറഞ്ഞേ. ഇറ്റ് ഈസ് ഫാമേഴ്സ് ഓഫ് ഹരിയാന, അതുപോലെ തന്നെ പഞ്ചാബ്, അതുപോലെ തന്നെ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തർപ്രദേശിലുള്ള ഫാമേഴ്സ് ഫുള്ളുമാണ് എന്ത്, ഈ ഒരു മോഡേൺ ഫാമിംഗ് മെത്തേഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, HYV നമ്മൾ ഹൈലി ഈൽഡിങ് വെറൈറ്റീസ് ആണ്. HYV സീഡ്സ് എന്ന് പറയുമ്പോൾ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് യൂസ് ചെയ്തപ്പോൾ വീറ്റിന്റെ പ്രൊഡക്ഷൻ പണ്ട് കാലത്തേക്കാൾ എത്ര ട്രിപ്പിളായി മാറി, 1300 നിന്ന് 3200 ആയി മാറി എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. എന്ത്, നമ്മളെ പാലംപൂരിൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് നമ്മൾ ലാൻഡ് പറഞ്ഞു, ലേബർ പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റൽ ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ,
വർക്കിംഗ് ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ. പിന്നെ നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ വരവോടെ ഹൈ ഈൽഡിങ് സീഡ്സ്, HYV അല്ലെ, സീഡ്സ് യൂസ് ചെയ്തു. അതിന്റെ കൂടെ മാനുറൈറ്റ്, കെമിക്കൽ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ട് കൾട്ടിവേഷൻ അവർ ത്രിബിൾഡ് ആക്കി മാറ്റി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള സെഷനിൽ നമ്മൾ ലാൻഡ് എന്തിനൊക്കെയാണ് വേറെ അവർ യൂസ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.